തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനിയുടെ ആത്മഹത്യയിൽ DIG അരുൾ ബി കൃഷ്ണ ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആനന്ദിനെ പരിചരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദിന്റെ ആവശ്യപ്രകാരമാണ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ആത്മഹത്യാ ശ്രമത്തിന് ശേഷം പുറത്തുവന്ന വാർത്തകളിലെ കമന്റുകൾ ആനന്ദിനെ വേദനിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ. സിജോ വിജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല, പറിച്ച് സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെയാണ് ആനന്ദിനെ വേദനിപ്പിച്ചതും ആത്മഹത്യയിലേക്ക് നയിച്ചതും എന്നുള്ളൊരു കണ്ടെത്തലാണോ റിപ്പോർട്ടിലുള്ളത്? അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും കണ്ടെത്തലുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണമാണ് DIG അരുൾ ബി കൃഷ്ണ നടത്തിയത്. അതിനുശേഷമാണ് ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ബറ്റാലിയൻ ADGPക്കാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് അത്തരത്തിൽ കണ്ടെത്തലുകൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് SAP ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ആനന്ദിനെ കാണുന്നത്. അതിന് 2 ദിവസങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ആനന്ദാണ് പറയുന്നത് തനിക്ക് അവിടെ തുടരാൻ താല്പര്യമില്ല, ഞാൻ SAP ക്യാമ്പിലൂടെ തന്നെ പൊക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ പോരുന്ന സമയത്തും ആനന്ദിനെ നിരന്തരം നിരീക്ഷിക്കാൻ വേണ്ടി 2 പേരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആനന്ദിനെ കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. ഈ കൗൺസിലിംഗിന് ശേഷം നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് തന്നെ ആനന്ദ് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആദ്യത്തെ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റുകൾ ആനന്ദിനെ വല്ലാതെ മനോവിഷമമുണ്ടാക്കി. അത്തരം ഒരു സാഹചര്യത്തിലാവും വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രാഥമിക അന്വേഷണത്തെ കണ്ടെത്തൽ. എന്തായാലും കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മോശമായ പെരുമാറ്റമുണ്ടായി, ജാതിപരമായ അധിക്ഷേപം ഉണ്ടായി എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ആ കുടുംബത്തിന്റെ പരാതി സഹോദരന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. തുടരന്വേഷണമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് പോലീസിന്റെ തീരുമാനം.